ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഹൈദരാബാദ് പോവാണ്. അവിടെ എന്തിനാണ് പോകുന്നത് എന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയെ പറയാം. പക്ഷേ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് തന്നെയാണ് പോകുന്നത്. അതും ഞാൻ ട്രെയിനിലാണ് പോയിരുന്നത്. എൻ്റെ ലൈഫിൽ ഇങ്ങനെ തന്നെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ട്രെയിനിൽ പോകണം. അപ്പോൾ എനിക്കതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എനിക്കറിയില്ല എത്ര പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന്. പക്ഷേ നമ്മൾ തന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ പേടിയുണ്ടാവും, എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവും. അങ്ങനെ അപ്പോൾ എനിക്കിതെല്ലാം കൂടെ ചേർന്നൊരു ഇതിലായിരുന്നു എനിക്ക് രാവിലെ 6:55 ട്രെയിൻ ഉണ്ടായിരുന്നത്. ഞാൻ വിശാഖപട്ടണം എക്സ്പ്രസ്സിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ട്രെയിനിലിരുന്നു. ആസ് യൂഷ്വൽ 13-14 hours എടുത്തു അവിടെ എത്താനായിട്ട്. സോ അങ്ങനെ ട്രെയിനിൽ സെറ്റിലായി. ഫുഡൊക്കെ എന്തൊക്കെയോ ചുമ്മാ ചീറ്റോസോ അങ്ങനെ എന്തൊക്കെയോ ക്രൊസാനോ അങ്ങനെ എന്തൊക്കെയോ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഉറക്കമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങുന്നുണ്ടായിരുന്നു. കാരണം നമുക്ക് ട്രെയിനിൽ വേറൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ എണീറ്റ സമയത്താണ് എൻ്റെ എനിക്ക് അപ്പർ ബർത്തായിരുന്നു. അപ്പോൾ എൻ്റെ സീറ്റിൻ്റെ താഴെ 2 ആൻറ്റിമാരുണ്ടായിരുന്നു. എനിക്ക് തോന്നിയത് അവരെന്തോ മല്ലികാർജുന അവിടെ എന്തോ പോയായിരുന്നു അവർ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷേ എനിക്കെന്തോ അവരെ കണ്ടപ്പോൾ അവർ ഫ്രണ്ട്സാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നെയിൽ പോളിഷൊക്കെ ഇട്ട് കൊടുക്കുന്നു, ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഐ ഫീൽഡ് സോ ഗുഡ്. ഐ ഡോണ്ട് നോ വൈ. ബിക്കോസ് ഈ ഒരു പ്രായത്തിൽ അവരവരുടെ വുമൺഹുഡ് എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഫാമിലീസ് ഉള്ളവരാണ്, എല്ലാം ഉള്ളവരാണ്. ബട്ട് സ്റ്റിൽ ദേ ആർ എൻജോയിങ് ദെയർ ലൈഫ്. അങ്ങനെ നമുക്കും ചിലപ്പോൾ ആ സമയത്ത് പറ്റിയാൽ നല്ലതായിരിക്കും എന്നൊക്കെ ഉള്ള തോട്ട്സാണ് എനിക്ക് അന്നേരം ഉണ്ടായത്. അത് കഴിഞ്ഞ് നമ്മൾ ട്രെയിനിലൊക്കെ ഇറങ്ങി ഓട്ടോയിലേക്ക് നമ്മുടെ മെയിൻ കാര്യത്തിന് പോവാം. ഞാൻ എന്തിനാണ് പോയതെന്ന് വെച്ചാൽ ഇവളെ മീറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ഹൈദരാബാദ് പോയത്. ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. കാരണം എനിക്ക് മുംബൈയിൽ ഞാൻ ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നുണ്ടായിരുന്നത്. അങ്ങനൊരു ബോണ്ടാണ് ഞങ്ങൾ തമ്മിൽ. അധികം നാളായിട്ടൊന്നും ഇല്ല പരിചയമായിട്ട്. ബട്ട് സ്റ്റിൽ വി ഹാവ് എ സ്പെഷ്യൽ കണക്ഷൻ ബിറ്റ്വീൻ അസ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നയൻതാര എന്ന് പറഞ്ഞൊരു കടയിലോട്ടാണ്. അവിടെ ഇപ്പോൾ മാംഗോ സീസൺ ആയതുകൊണ്ട് കുറേ മാംഗോ വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് ഉണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ ട്രൈ ചെയ്തു. നീ റിവ്യൂ പറ. കൊള്ളാം ആണോ? ആദ്യമായിട്ട് ഹൈദരാബാദിൽ നിന്ന് എന്തെങ്കിലും കുടിച്ചതല്ലേ? ഡിസപ്പോയിൻറ്റഡ് ആണോ? അല്ലയോ? നല്ല തുടക്കമല്ലേ? എല്ലാ കാര്യത്തിനും മുന്നേ മധുരം ഫോർ ശുഭാരംഭം. അതായിരുന്നു ഇത്. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ മെയിൻ സാധനം കഴിക്കാനായിട്ട്, അതായത് മന്തി. എനിക്ക് എന്താണെന്ന് അറിയില്ല ഗൈസ്, മന്തി എന്ന് പറഞ്ഞാൽ പ്രാന്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സാധനം. അപ്പോൾ നമ്മളങ്ങനെ ഒതൻറ്റിക്കായിട്ടുള്ള ഹൈദരാബാദി മന്തി കഴിക്കാൻ വേണ്ടി പോയി. ഹൈദരാബാദി ഒതൻറ്റിക് മന്തിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് നല്ല മന്തിയായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന മന്തിയുടെ ടേസ്റ്റാണ്. എനിക്ക് അവൾ പറഞ്ഞതനുസരിച്ച് ഇത് ഒതൻറ്റിക് അറബിക് മന്തിയാണ്. സോ നമ്മൾ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി രാത്രിയായിരുന്നു. പിന്നെ ഞാൻ നല്ല ടയേർഡായിരുന്നു. സോ നമ്മൾ ഹൈടെക് സിറ്റിയുടെ അവിടെയൊക്കെ ചുമ്മാ കറങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. സോ ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്. ബൈ.